മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ ജെറോം. ചിന്തകളുടെയും വികാരങ്ങളുടെയും അദൃശ്യമായ ലോകത്തെക്കുറിച്ചാണ് സാധാരണയായി സംസാരിക്കാറുള്ളത് ഒരു സൈക്യാട്രിസ്റ്റ്. ചിലപ്പോഴൊക്കെ മനസ്സിനേൽക്കുന്ന ആഘാതം താങ്ങാൻ കഴിയാത്തത്ര വലുതാകുമ്പോൾ ശരീരം ഭയപ്പെടുത്തുന്ന ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അത്തരമൊരു അപൂർവ അവസ്ഥയാണ് ഹെമാറ്റോഹൈഡ്രോസിസ്. ലളിതമായി പറഞ്ഞാൽ രക്തം വിയർക്കുന്ന അവസ്ഥയാണിത്. ഇതൊരു ഹൊറർ സിനിമയിലെ രംഗമല്ല, മറിച്ച് വൈദ്യശാസ്ത്രം കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു സത്യമാണ്. ഒരാളുടെ നാഡീവ്യൂഹം അതിൻ്റെ പരിധിക്ക് അപ്പുറമുള്ള കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയോ ഭയത്തിലൂടെയോ കടന്നു പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾക്ക് ചുറ്റും അതിസൂക്ഷ്മമായ രക്തക്കുഴലുകളുണ്ട്. കടുത്ത ഭീതിയോ വേദനയോ ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ സ്ട്രെസ് റെസ്പോൺസ് നിയന്ത്രണാതീതമാകുന്നു. ഈ സൂക്ഷ്മ രക്തക്കുഴലുകൾ വല്ലാതെ സങ്കോചിക്കുകയും തൊട്ടടുത്ത നിമിഷം വലിയ ശക്തിയോടെ വികസിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി അവ പൊട്ടുന്നു. ഇങ്ങനെ പുറത്തു വരുന്ന രക്തം വിയർപ്പ് ഗ്രന്ഥികളിലേക്ക് കലരുകയും വിയർപ്പിനോടൊപ്പം തൊലിപ്പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇത് മാരകമായ രീതിയിലുള്ള രക്തനഷ്ടം ഉണ്ടാക്കുന്നില്ല. ആ മനസ്സ് എത്ര വലിയ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിൻ്റെ തെളിവാണിത്. ഇതിനെക്കുറിച്ച് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വിവരണം ബൈബിളിലുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. ലൂക്കോസ് ഒരു വൈദ്യനുമായിരുന്നു എന്ന് നമുക്ക് അറിയാം. യേശുക്രിസ്തു തൻ്റെ അറസ്റ്റിന് മുൻപായി ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി മാറി എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഹെമാറ്റോഹൈഡ്രോസിസിൻ്റെ കൃത്യമായ വിവരണമാണ്. വരാനിരിക്കുന്ന വലിയൊരു ആപത്തിനെക്കുറിച്ചുള്ള കടുത്ത ഭയവും മാനസിക വേദനയുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇത് ആത്മീയമായോ ശാസ്ത്രീയമായോ എങ്ങനെ നോക്കിയാലും നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ അടയാളമാണ്. ഭാഗ്യവശാൽ ഈ അവസ്ഥ വളരെ വളരെ അപൂർവമാണ്. അതിഭീകരമായ അപകടങ്ങൾ നേരിടുന്നവരിലോ വധശിക്ഷയ്ക്ക് തൊട്ടു മുമ്പുള്ള അവസ്ഥയിലോ ഒക്കെയാണ് ആധുനിക കാലത്ത് ഇത്തരം കേസുകൾ കാണപ്പെടുന്നത്. നമ്മൾ വെറും ചിന്തകൾ മാത്രമുള്ള യന്ത്രങ്ങളല്ല, മറിച്ച് വികാരങ്ങളുള്ള മനുഷ്യരുമാണ്. കൃത്യമായ മരുന്നുകളും മനഃശാസ്ത്രപരമായ ചികിത്സകളും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നത്. താങ്ക് യു ഫോർ ലിസണിങ്.